കൊണ്ടാണ്ട് കാണാപ്പാടം ഓതിയായിരുന്നു ഖുർആൻ കൊണ്ട് വിശ്വസിക്കൂല, ഒരു കിതാബായി ഇറക്കുന്ന കാണണം. ഓ, അവർ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതമില്ല. കാരണം അള്ളാനെ തന്നെ കാണുമെന്ന് പറഞ്ഞ കൂട്ടറായി. ഇതിനാക്കാണ് വലുത് ചോദിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് കത്തിക്കരിഞ്ഞത്. അതാ പറയുന്നത്, يسألك أهل الكتاب أن تنزل عليهم كتابا من السماء. അഹ്ലുൽ കിതാബ് തങ്ങളോട് ആവശ്യപ്പെടും, ആകാശത്തിൽ നിന്നൊരു കിതാബ് ഇറക്കി തരണോ. അങ്ങനെ അല്ലല്ല ഖുർആന്റെ ശൈലി. ജിബ്രീൽ വന്ന് ഓതിക്കൊടുത്ത് തങ്ങൾ ഓതിയിട്ട് കാണാപ്പാടെ ഓതിയിട്ട് കേൾപ്പിക്കാം. ഇതൊന്നും പോരാ, കിതാബ് ഇങ്ങനെ ഇറങ്ങി വരണം. നസലത്ത് ഫി അഹ്ബാറിൽ യഹൂദ്, യഹൂദികളുടെ പണ്ഡിതന്മാരുടെ വിഷയത്തിലാണ് ആയത്ത്. ഹീന ഖാലൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ്, ഇൻ കുൻത നബിയ്യൻ സാദിഖൻ ഫഅ്തിനാ ബികിതാബിൻ മിനസ് സമാഇ ജുംലത്തൻ. നിങ്ങളൊരു സാദിഖായ നബിയാണെങ്കിൽ ഒരു ജുംല കിതാബ്, ചില കിതാബിൽ നിങ്ങൾ ഭാഗികമായിട്ട് അവസരോചിതമായി കുറേശ്ശെ ഇങ്ങനെയല്ല ഓതുന്നു. ഇതെല്ലാം ലാസ്റ്റ് ഒരുമിച്ച് കൂട്ടിയത്. ഇങ്ങനെ ഒരു ജുംലയായിട്ട് ബൈൻഡ് ചെയ്തിട്ടൊരു കിതാബ് എന്താക്കണം, നിങ്ങൾ ഇറക്കി തരണം. കമാ അത്താബിഹി മൂസ അലൈഹിസ്സലാം അങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പം അതിന് മറുപടി, ഫഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക്. ഇതിനേക്കാണ് ഗൗരവമേറിയ കാര്യം മൂസാ നബിയോട് ചോദിച്ച കുട്ടറാണ് ഇവര്. എന്താ ചോദിച്ചത്? ഫഖാലു അരിനല്ലാഹ ജഹറത്തൻ, അള്ളാനെ തന്നെ കാണിച്ചെന്ന് പറഞ്ഞു. അത്രത്തോളം ഇവർ ഇപ്പം പറഞ്ഞിട്ടില്ല. അത് പറയലെങ്ങനെയാണ്? അത് കാണിച്ചു കൊടുത്താൽ പറയേ അതിലും സംശയമുണ്ട്, അവിടെ അള്ളാനെ കണ്ടോ ചോദിച്ചമല്ല ചോദിക്കൂ. അത് ഇപ്പോഴത്തെ പുത്തനാശയക്കാരെ ആലോചന, നമ്മൾ നിങ്ങൾ ദലീൽ കൊണ്ട് കൊടുത്താൽ ആ ദലീൽ അംഗീകരിക്കൂല. അത് ഹദീസിൽ കാണണം. ഹദീസ് കൊണ്ട് കൊടുത്താൽ പറയാ അതൊന്നും പറ്റില്ല, ബുഖാരി മുസ്ലിമിൽ തന്നെ കാണണം. ബുഖാരി മുസ്ലിമേ ഹദീസിൻ്റെ കിതാബുള്ളൂ. അത് കണ്ട അതൊന്നും പറ്റില്ല, അപ്പൊ ഖുർആനിൽ തന്നെ കാണണമെന്നാണ്. ഇനി ഖുർആൻ കൊണ്ട് കൊടുത്താൽ പറയാ അള്ളാൻ തന്നെ കാണണം. അപ്പോഴാണ് എന്താക്കി ഫാഹദത്തും സായിക്കത്ത് വെച്ചു. ഐ ഇനിസ്തക്ബർത മാ സഅലൂഹു മിൻക, തങ്ങളെ വക്കൽ നിന്ന് അവർ ചോദിച്ച കാര്യം തങ്ങൾക്ക് വലുതായി തോന്നുന്നുണ്ടെങ്കിൽ, വസ്തഅലംത, തങ്ങൾക്ക് ഒരു ഗൗരവമായ കാര്യമായി തോന്നുന്നുണ്ടെങ്കിൽ, ഇതിനാക്കണ്ട ഗൗരവമായ കാര്യവും മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഫഖദ് സഅലു മൂസ ശൈഅൻ അക്ബറ മിൻഹു വഅഅലമ, ഇവർ തങ്ങളോട് ചോദിച്ചതിനാക്കാണ് അക്ബറും ആലമുമായ കാര്യം ചോദിച്ച്. എന്നിട്ട് ഫഇന്നമാ മഖ്തറഹു അലൈക ലൈസ ബിഅവ്വലി ജഹാലതിഹിം, ഇവർ ഈ ചോദ്യം ഒന്നാമത്തെ ജഹാലത്തല്ല, ഇതിനേക്കാണ് കടുപ്പുള്ള ജഹാലത്ത് ഇവരെ പാരമ്പര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്താണത്? ഫഖാലൂ അരിനല്ലാഹ ജഹ്റ, എന്താ സാധനത്? അക്ബറ മിൻ ദാലിക്കാന്റെ തഫ്സീലാണ്. ഫഖാലു അരിനല്ലാഹ ജഹ്റത്തൻ, അള്ളാഹുനെ ജഹറത്തായിട്ട് കാണിച്ചു തരണം. അരിനാഹു അയ്യാനൻ, കൺമുമ്പിൽ തന്നെ കാണിച്ചു തരണം. ആരാ ചോദിച്ചാണെന്നറിയോ? വഹുമുൻ നുഖബാഉ സബഊന അല്ലദീന കാനൂ മഅ മൂസ, മൂസ അലൈഹിസ്സലാമിന് വഹി ഇറങ്ങുന്ന ശൈലി കാണിച്ചു കൊടുക്കാനാണ് കൊണ്ടുപോയത്. ആദ്യം സാധാരണ ഈ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം വരാത്തതുകൊണ്ട് കൂട്ടിയിട്ട് പോയിട്ട് വഹി ഇറങ്ങുന്ന കാര്യം അവിടെയും ശുഭ എന്നുകൊണ്ടാണ് വഹി ഇറക്കുന്ന അള്ളാൻ തന്നെ കാണണമെന്നായി. ഇന്ദൽ ജബലി, തൂർസിന് എപ്പോൾ ഹീന കല്ലമഹുല്ലാഹു തആല, അള്ളാഹു തആല മൂസാ നബിയോട് സംസാരിച്ചു. സഅലു അൻ യറൗ റബ്ബഹും ബിഅബ്സാരിഹിം ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബിനെ കണ്ടുകൊണ്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവന്ത് സംഭവിച്ചു? ഫഅഖദതുഹുമുസ് സാഇഖതു, സാഇഖത്ത് അവരെ പിടികൂടി. അപ്പം തന്നെ നാറുൻ ജാഅത് മിനസ് സമാഇ ഫഹറഖതു, ആകാശത്ത് നിന്ന് ഒരു തീയിറങ്ങി അവരെ കരിച്ചു. എന്തുകൊണ്ട്? ബിളുൽമിഹിം, അവർ ളുൽമി ചെയ്ത കാരണത്തിന് വേണ്ടിയാണ്. അത് ബിസബബി ളുൽമിഹിം. അപ്പോൾ ബാ എന്താണ്? സബബിയാണെന്ന് കാണിക്കാൻ ആ ബിസബബി എന്ന് കൂട്ടിയത്. ബാ എന്തെല്ലുണ്ട്? ബാ പല അർത്ഥത്തിലുണ്ട്. ബിൽബസ്തഹിം ബാ ഹദ്ദി എന്നുള്ള ഒരു അൽഫബത്തില്ലേ, ബാന്റെ പ്രയോഗങ്ങൾ ഇവലിന് വേണ്ടി പ്രയോഗിക്കും, പകരത്തിന് വേണ്ടി പ്രയോഗിക്കും, ഇൽസാഖിന് വേണ്ടി പ്രയോഗിക്കും എന്നൊക്കെ പണ്ട് ഒരുപാട് പ്രതിയില്ല. ഇസ്യാനത്തിൻ്റെ ഭാഗമുണ്ട്. അല്ല ബഹുവ, എന്താണ് ഇഷ്ടപ്പെട്ട നുൽമ? തീയിറങ്ങാൻ മാത്രം നുൽമ എന്താണ്? തഅന്നുതുഹും വസുആലുഹും ലിമാ യസ്തഹീൽ, അല്ലാഹു തആലാക്ക് മുഹാലായ കാര്യം ഒരു ചോദിച്ചിട്ട് കുരുത്തുകൊണ്ട് കാട്ടിയിട്ടുണ്ട്. കണ്ടാക്കല്ല അല്ലാഹനെ കാണിച്ചു കൊടുക്കലുണ്ട്, അല്ലാഹുവിന്റെ വഴി. വമാ തലബുർ റുഅയത അലാ മൂജിബി തഅലീമി ബസ്തസ്തീഖ്,
അള്ളാഹിനോടുള്ള താലീമ് തസ്ദീഖിന്റെ കാരണത്തിനോട് ചോദിച്ചല്ല. അതിനാ പറയുന്നത് ഔലിയാക്കന്മാരിൽപ്പെട്ട പലരും അള്ളാഹിനെ കാണണോ, എനിക്ക് കാണാണ്ട് സബൂറില്ല എന്നെല്ലാം പറഞ്ഞില്ല. ഓറ നിങ്ങൾ ദിവ്യമാര് സായിക്ക് തുടങ്ങുമെന്ന് അതില്ല. ഓറ അള്ളാഹിനോട് ഷൗക്കും മഹബത്തും താലീമും ഏറിയിട്ട് പരലോകത്ത് എത്തുന്നതിന് മുമ്പെന്ന് കാണണമെന്ന് പറഞ്ഞതാണ്. അവിടെ ഓറ് കുറ്റക്കാരല്ല. ഉത്തരം മനസ്സിലായില്ല. അപ്പം വലാ ഹമലഹും അലൈഹ ഷിദ്ദത്തുൽ ഇഷ്തിയാഖ്, അള്ളാഹുവിനെ കാണാനുള്ള ഇഷ്തിയാഖിന്റെ കടുപ്പമല്ല അവരെ പ്രേരിപ്പിച്ചത്. അതേസമയം അങ്ങനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആരാ? മൂസാ അലൈഹിസ്സലാം സംസാരിച്ചപ്പം പറഞ്ഞില്ലേ, റബ്ബി അരണി അന്നുറിയിലേക്ക. അതെന്താണ്? മുക്കാലമ പോലെ മുആയന പോണോന്ന് ആവശ്യപ്പെട്ട് ചൗക്കും ഉണ്ടാവും. അതുകൊണ്ട് മൂസാ നബിയുടെ ചോദ്യവും ഇവരുടെ ചോദ്യവും രണ്ടും രണ്ടാണ്. അതാ കമാ ഖാനല്ലി മൂസ അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ. അപ്പൊ കമാന്റെ ഖാദിലാടെന്ന് പറഞ്ഞിട്ടെ മംഫീലോ നഫീലോ അതാ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയുണ്ടാവും. മൂസാ നബി ഷൗക്ക് കൊണ്ടാണ്. അപ്പൊ മംഫീല കാഫ് കിടന്നത്. അതായത് മൂസാ അലൈഹിസ്സലാം ഷൗക്ക് കൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. ആ ഷൗക്ക് ഇവർക്കില്ല. ഹീന ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക എന്ന് പറഞ്ഞത്. വൈന്നമാ കാന മിൻ സൂഇൽ ലദബി. അപ്പം അവരുടെ പക്കലുണ്ടാ സൂല്ലതബൈ അവിടെ ലിഅന്നഹും കാനു അഷ്ഖിയ. അവരെന്തായി? അഷ്ഖിയകൾ. അതുകൊണ്ടാണ് സൂല്ലത്. വസ്സഈദ് മൻ ബുഇല ബിഗൈരിഹി. സഈദാകൽ എന്താന്ന്? മറ്റുള്ള ആളിന്ന് പാഠം പഠിച്ചാളാ. വമൻ തബിഅ കാഫിറൻ വലൗ റഅ അല്ലാഹ ജഹറതൻ ഫഇന്നഹു ലാ യുഅ്മിനു ബിഹി. കുഫറിൽ തന്നെ കഴിഞ്ഞുവിടുന്ന ആള് അന്ന് നേരിട്ട് വന്ന് പറഞ്ഞാലും വിശ്വസിക്കൂല. അന്നാം സുഹൃത്തി പണ്ടില്ലേ, ഇന്നത്തെ തുടക്കെടുക്ക് അന്നേരം വിഷയം ഓർമ്മയാണ്. അതിന് കിട്ടിയാ എന്നാ പിന്നെ തുടക്കത്തിലുണ്ട്. ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين. അവർ ആവശ്യപ്പെട്ട പോലെ കടലാസിലായിട്ട് ഖുർആൻ ഒരു കിതാബായി തന്നെ ഇറക്കി കൊടുത്തു. അവരെ കൈകൊണ്ട് തൊടാൻ മാത്രമായി. എന്നാ എന്ത് പറയും? ഇത് സിഹറാണ്. വിശ്വസിക്കാന്ന് പറഞ്ഞാലും പോയി. ഇനി മലക്കിനെ തന്നെ ആക്കണമെന്ന് പറഞ്ഞാലോ ഇവർ വന്നത് മലക്കാണോ അല്ലയോ തിരിയില്ല. ആ അതാ വഖാലൂ ലൗലാ ഉൻസില അലൈഹി മലക്. ഒരു മലക്കിനെ അയച്ചൂടെ? അല്ലാഹു പറയുന്നത് വലൗ അൻസൽനാ മലകൻ ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ. വലൗ ജഅൽനാഹു മലകൻ ലജഅൽനാഹു റജുലൻ. മലക്കിനെന്താക്കാണ്? റജുലായിട്ടില്ലേക്കണ്ട്. ഓരോടും പറയൂല്ലോ നിങ്ങൾ റജുലാണ്. അവിടെ മലക്ക് വരട്ടെ. നേരെ മലക്ക് വന്നവർക്ക് കാണിക്കില്ല. അല്ലെങ്കിൽ വന്നാല് അത് ഇത് മലക്കാണ് എന്ന് പരിചയപ്പെടുത്തണം. അതാരാ പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു റജുലായ ബഷർ. ഉറങ്ങിക്കാത്ത കേസാന്നല്ലോ ഇവിടെ തുടങ്ങിയതല്ല. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. അടുത്ത് പിന്നെ അപ്പൊ അള്ളാഹ് നേരിട്ട് വന്നാലും വിശ്വസിക്കൂല തന്നെ. വമൻ തബിഅ മുഅ്മിനൻ ഇൻദ റശാശിൻ നൂരി ബിഇസാബതിഹി. അതെല്ലാം മൂപ്പർ പറയുന്നത് ഇടക്കിടക്കേ പറയും. അള്ളാഹു തആല അർവാഹിനെ പഠിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ നൂറ് ഒരു മഴയിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൊടയുണ്ട്. ആ മുഅ്മിനീങ്ങൾക്ക് എന്തുണ്ട്? ആ നൂറ് കിട്ടും. അതിൻ്റെ ഒരു നനമൊരു ഒരു ചാറ്റലെങ്കിലും കിട്ടിയാൽ ഇവർ മുഅ്മിനായി ജീവിക്കും. അതാണ് ഇത് പറഞ്ഞ ഇൻദ റുശാശിൻ നൂരി. അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ നൂറ് ഇതിനെ കൊടയുന്ന അവസരത്തിൽ ബി ഇസാബത്തി ആ നൂറിൻ്റെ റഷാസ് ഇവർക്ക് എന്തായി കിട്ടിയപ്പോൾ ഫഇന്നഹു യുഅ്മിനു
ബിനബിയ്യിൻ ലം യറഹു, കാണാത്ത നബിനെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരിക്കും. അതല്ല ദലായിൽ ഖൈറാത്ത് ഇടയ്ക്ക് പറഞ്ഞ അല്ലാഹുമ്മ ഇന്നാ അമന്നാ ബിഹി സല്ലല്ലാഹു വലം നറഹു, നമ്മ കാണാണ്ടാണ് വിശ്വസിച്ച് പഠിച്ചവനെ എന്ന് പറഞ്ഞില്ലേ. വ കിതാബിൻ ലം നഖ്റഹു, ഓതാത്ത കിതാബ് കൊണ്ട് വിശ്വസിക്കും. തൗറാത്ത് ഒന്നും ആരും ഓതിയിട്ടില്ലല്ല, കേട്ടറിവല്ലുള്ളൂ. ബിഗൈരി മുഅ്ജിസത്തിൻ ഔ ബയ്യത്തിൻ, വേറൊരു മുഅ്ജിസത്തും വേണ്ട, ഒരു ബയ്യനത്തും വേണ്ട. കമാ കാന അംറു സിദ്ദീഖിൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം അതിലുണ്ടായത്. ഹീന ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു ബുഇസ്തു ഫഖാല സദഖ്ത, ഞാൻ റസൂലാക്കി നിയമിച്ചിട്ടുണ്ടെന്നപ്പോൾ അതിനപ്പുറമൊന്നും ചോദിച്ചില്ല, ഞാനത് അംഗീകരിച്ചു. അത് തീർന്ന്. ഇത് ബനൂ ഇസ്രായേലിന്റെ മുമ്പ് കഴിഞ്ഞു പോയ വേറെ ദുൽമ പറയുന്നു. അള്ളാഹിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് സായിക്കത്തോറെ പിടികൂടി. പിന്നെ മൂസാ നബി ദ്വാരന്ന് വീണ്ടും ഹയാത്താക്കി. പിന്നെ പശുവിനെ കിട്ടിയപ്പോൾ അതിനെ ഇലാഹാക്കി. ഐ അബദൂഹു വത്തഖദൂഹു ഇലാഹൻ. അതാ സുമ്മത്തഖദുൽ ഇജ്ല, ഇത്തഖദാക്ക് എന്ത് വേണം, രണ്ട് മഫ്അൽ വേണമെന്നാണ്. അപ്പൊ ഇജ്ല എന്നുള്ള ഒന്നാം മഫ്അലേ വന്നിട്ടുള്ളൂ. അതിനാണ് എന്താക്കി ഇലാഹൻ മുമ്പ് കൂട്ടിയത്, ഇലാഹാക്കി. മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, ബയ്യിനാത്ത് വന്നതിന് ശേഷം തന്നെ. ഏതാ ബയ്യിനാത്ത്? അൽ മുഅ്ജിസാത്തുല്ലത്തി അൽഹറത്ത് ലിഫിർഔൻ, ഫിർഔന്റെ മുമ്പിൽ മൂസാ അലൈഹിസ്സലാം പോലെ മുഅ്ജിസാത്ത് കാണിച്ച്. മിനൽ അസ്സാ, വടിയുണ്ട്. വൽ യദിൽ ബൈള, പ്രകാശിക്കുന്ന കയ്യുണ്ട്. പിന്നെ ബഹർ രണ്ടായി പുലർന്നു. ഇത്തരത്തിലുള്ള വഹാദിഹി ഹിയൽ ജിനാഅത്തു സാനിയ, ഇത് രണ്ടാമതൊരു തെറ്റാണ്. ഇത് അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞത് ഒരു പമ്പിച്ചത്, അതെന്താക്കി അള്ളാഹ് പറഞ്ഞു അതെല്ലാം പൊട്ടു. എൻ്റെ എജിലിനെ ആരാധിച്ചു. അല്ലതി ഇഖ്തറഫഹ അവായിലുഹും, ഈ ഇപ്പം ഉള്ള കൂട്ടരല്ല, ഇവർ അവായിലാണ്. പക്ഷെ ആ പാരമ്പര്യത്തിൽ ഇവരുള്ളത്. അതിനെ തൊട്ട് നമ്മൾ മാപ്പ് കൊടുത്തു. ഐ തജാവസ്ന അൻഹും ബഅദ തൗബത്തിൻ, തൗബ ചെയ്തതിന് ശേഷം മാപ്പ് കൊടുത്തത്. ഇതിലാണ്ട് എന്തും നടത്താമെന്നല്ല. എന്നിട്ടല്ലേ തൗബ കൊണ്ട് കൊല്ലാൻ പറഞ്ഞത്. ഇന്നക്കും ദലംതും അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ല ഫതൂബൂ ഇലാ ബാരിക്കും ഫഖ്തുലൂ അൻഫുസകും. കൊല്ലലാണ്. അതാ ബഅദ മഅ ഇളമി ജിനായതിഹിം വജരീമതിഹിം, അവരെ കുറ്റം ഏറ്റവും കടുമമായ കുറ്റമായിരുന്നു. എന്നിട്ടോ വലം നസ്തഗ്സിൽഹും, അവരെ നമ്മൾ വേരോടെ പറിച്ചെറിഞ്ഞില്ല. ഇത്തരത്തിൽ വക്കാനു അഹക്കാബിഹി, വേരോടെ പറിച്ചെറിയാൻ അവകാശപ്പെട്ടവരായിരുന്നു അവർ. വദല്ലത്തില്ലായത്തു, ഈ ആയത്തറിയിക്കുന്ന എന്താണ്? അലാ സഅത്തി റഹ്മത്തില്ലാഹി വ മഗ്ഫിറതിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ മഗ്ഫിറത്തും എത്ര വിശാലമാണ് എന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇത്ര മാത്രം കുറ്റകൃത്യം ചെയ്തിട്ടും അതിനെപ്പറ്റി എന്താക്കിയില്ല, അവരെ പിടിച്ച് ആകമാനം ശിക്ഷിക്കാൻ ഒഴുകിയില്ല. വ തമാമി നിഅമതിഹി വ മിന്നതിഹി വഅന്നഹു ലാ ജരീമത തളീഖു അൻഹാ മഗ്ഫിറത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലമാക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്ന ഒരു ജരീമത്തില്ല. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഅ മിൻ ദുനൂബിനാ എന്നല്ലേ. വഫീ ഹാദാ മൻഉ മിനൽ ഖുനൂത്ത്, അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടലിനെ തടയുന്ന ആയത്താണ്. കൊള്ളുന്നല്ലോ. ഇനി വആതൈനാ മൂസാ സുൽത്താനം മുബീന, മൂസാ അലൈഹിസ്സലാമിന് നമ്മൾ കൊടുത്തു സുൽത്താനം മുബീന, എന്നത് എല്ലാത്തിനും കീഴ്പ്പെടുത്താനുള്ള ഹുജ്ജത്ത് കൊടുത്തു. ഐ തസല്ലുതൻ വസ്തീലാഅൻ ളാഹിറൻ അലൈഹിം, ഓർമ്മയിൽ ഹൈസു അമറഹും ബിഅൻ യഖ്തുലു അൻഫുസഹും തൗബതൻ മിൻ മഅസിയതിഹിം, അവരുടെ മാസിയത്തിനകത്തോട്ട് തൗബയാകണമെങ്കിൽ അവരുടെ നഫ്സിനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ എന്തായി? അത് അനുസരിക്കേണ്ടി വന്നു. മൂസാ നബിയുടെ മുമ്പിൽ കുമ്പിടേണ്ടി വന്നു. ഫഖ്തബഉ ബിഅഫിനതിഹിം, അവരെ മുറ്റങ്ങളിൽ അവരെന്താക്കി? പൊളിച്ചിരുന്നിട്ട് വസ്സുയൂഫു തതസാഖത്തു, വാളതാ വരുന്നു, കൊല്ലപ്പെടുന്നു. അതിന് കീഴടങ്ങേണ്ടി വന്നില്ല. ഫയാലഹു മിൻ സുൽത്താനിൻ മുബീൻ, കണ്ട. അപ്പോൾ മൂസാ നബിക്ക് കൊടുത്ത എന്തൊരു സുൽത്താനാണ്. നിങ്ങളെല്ലാം കൊല്ലപ്പെടുന്നു പറഞ്ഞപ്പോൾ കൊല്ലപ്പെടേണ്ടി വന്ന്. ബനൂ ഖുറൈദയിലല്ലേ സംഭവിച്ചത്, ജൂതന്മാരെ. അല്ലെങ്കിൽ പറയുമ്പോൾ കീഴത് ഓണം എന്നില്ലല്ലോ. വറഫഅനാ ഫൗഖഹും അത്തൂർ,
തൂറിനെ അവരുടെ മേലെ ഉയർത്തി. അത് മറ്റൊരായത്തിലുണ്ട്, വൈദ്യുന തക്കനൽ ജബല ഫൗഖഹും കഅന്നഹു ദുല്ലത്തുൻ, അല്ലെങ്കിലോ ഇപ്പം തലയിലേക്ക് പോകുന്നു. ബിമീസാഖിഹിം, ആ ഭാഗം ഏതാണ്? സബബിജം. ബിമീസാഖിഹിന്റെ ഭാഗം. വൽ മഅന, അപ്പോൾ അർത്ഥം എന്താ? ലി അജലി അൻ യുഅത്തുൽ മീസാഖ ലിഖബൂലിദ്ദീനി, അവരുടെ മേൽ മീസാക്കിനെ നൽകി ദീൻ സ്വീകരിച്ചേ പറ്റൂന്ന്. എന്നിട്ടോ റഫഅനാ ഫൗഖഹും ജബലത്തൂർ, ജബലത്തൂറിനെ കാണിച്ചിട്ട് അപ്പം പടി കൊടുത്തിട്ട് ഇപ്പം അടി പോവും. റവിയ അന്ന മൂസ അലൈഹിസ്സലാം ലമ്മാ ജാഅഹും ബിത്തൗറാത്തി, തൗറാത്ത് കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ ഫറഔ മാ ഫീഹാ മിൻ തകാലീഫി ശാഖത്തി, പ്രയാസമേറിയ തകാലീഫുകൾ കാണുകയും ചെയ്തപ്പോൾ കബറത്ത് അലൈഹിം, അവർക്ക് പ്രയാസമായി തോന്നി. എന്നിട്ടോ ഫഅബൗ ഖബൂല, കബൂൽ ചെയ്യാൻ വിസമ്മതിച്ചു. ഫഅമറ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു ബിഖൽഇ, ആ തൂറിങ് പറിച്ചെടുക്കും, ഓർക്കെല്ലാം കഴിയും. എന്നിട്ടോ ഫളല്ല ലഹു അലൈഹിം, അവരുടെ മേൽ ഇങ്ങനെ തണൽ കാണിച്ചു ഹത്താ ഖബിലു, അത് സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ റുഫിഅ അൻഹും, അപ്പോൾ ആ ജബലിടൂല, കന്നഹു ദുല്ലത്തുൻ, അതാണ് ഫളല്ല ലഹു അലൈഹിം എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ കാലത്തുള്ള ഓരോ കുറ്റകൃത്യങ്ങളായിട്ടും ഉണ്ടെന്ന്. വഖുൽനാ ലഹും ഉദ്ഖുലുൽ ബാബ സുജ്ജദാ, അവരോട് നാം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് നേരിട്ട് പറയല, അതല്ല അലാ ലിസാനി മൂസ അലൈഹിസ്സലാമിന്റെ നാവിൽ കൂടി പറഞ്ഞു ഉദ്ഖുലുൽ ബാബ. ഏതാണ് ആ ബാബിൽ? ഇവർ ഹിജ്റ പോകുമ്പോൾ കടക്കാനുള്ള നാടുണ്ട്, ആ ബാബിൽ കിടക്കണം. അത് അൽ-ബഖറ സൂറത്തിൽ വിശാലമായി ഐ ബാബൽ ഖറിയത്തി വഹി അരിഹ അലാമാ റുബിയ, അങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട് ആ കറിയിൻ്റെ പേര്. സുജ്ജദൻ, അതായത് സാജിദീങ്ങളായിക്കൊണ്ടാണ് കിടക്കേണ്ടതെന്ന് പറഞ്ഞു. അവർ എന്താക്കി? ചന്തിയിട്ട് നേരം കഴിയുന്നത്. അതാ മുൻഹനീന ശുക്രൻ അലാ ഇഖ്റാജിഹിം മിന തീഹി, തീഹിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതിന് ശുക്രായിക്കൊണ്ടിട്ട് എന്താക്കണം? സുജൂദ് ചെയ്തുകൊണ്ട് കയറണം എന്ന് പറഞ്ഞു. ഫദഖലുഹാ സഅഫൻ, അവർ എന്താക്കി? ചന്തിയിട്ട് നിരങ്ങിയിട്ടേ കയറിയത്, പറഞ്ഞ പോലെ അല്ല കേട്ടെ. വബദ്ദലു മാ ഖീല ലഹും, അവരോട് പറയപ്പെട്ട കാര്യം തബ്ദീലാക്കി. എന്താണ്? ഹിത്തത്തുൻ, ദോഷം പൊറുക്കണേ എന്ന് പറയാനാണ്. പക്ഷേ ഹിന്തത്തുൻ എന്താണ്? ഗോതമ്പ്. ഇതെല്ലാം മൂസാ നബിയെ പരിഹസിക്കലാണ്. വഖുൽനാ ലഹും, അപ്പോൾ അതടുത്ത് ഫബദ്ദലല്ലദീന സലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും എന്ന അൽ-ബഖറയിൽ മുമ്പോതി, അവരോട് പറയാൻ കൽപ്പിക്കപ്പെട്ട വാക്കല്ല അവർ പറഞ്ഞത്. ഇനി മറ്റൊന്ന് വഖുൽനാ ലഹും ലാ തഅദു ഫിസ്സബ്തി, ശനിയാഴ്ച ദിവസം മീനെ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് പള്ളിയിൽ പോകണം. അതാരോടാ പറഞ്ഞത്? അലാ ലിസാൻ ദാവൂദ് അലൈഹിസ്സലാം എന്ന നാവിൽ കൂടിയാണ് പറഞ്ഞത്. ശനിയാഴ്ച മീനെ പിടിക്കാൻ പോകില്ല. واسألهم عن القضية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا. അവിടെ വഖഫ് വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം, അത് വേറൊന്നുമില്ല. നല്ലാണ്ട് എല്ലാ ദിവസവും മീൻ തെളിഞ്ഞു വരും എന്നല്ലുണ്ടായിരുന്നു. ഇത് തഅതീഹിം ഹീതാനും യൗമ സബതിഹിം ശുർഅ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം. ഇപ്പുറം വഖഫ് ചെയ്താൽ എന്താകും? ശനിയാഴ്ച ദിവസം അല്ലാത്ത ദിവസം പിന്നെ എല്ലാം ഒരുപോലെ ഇല്ലേ? പിന്നെ പ്രതീക്ഷണ ഇല്ലല്ലോ അവിടെ. മീനെ പിടിക്കൽ കൊണ്ട് ദുൽമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. യുഖാലു അദാ യഅദു ഉദ്വാനൻ എന്ന് പറഞ്ഞാൽ ദുൽമ ചെയ്ത് ദുൽമിന്റെ അതിര് വിട്ട് കിടക്കുമ്പോഴാണ് എന്താ പറയുക? അദാ യഅദു എന്ന് പറഞ്ഞു. ദുൽമ മാത്രമല്ല, ദുൽമിന്റെ അതിര് വിട്ട് കിടക്കും. അന്ന് പ്രത്യേകം ഇബാദത്ത് എടുക്കേണ്ട ദിവസമാണ്. ഒരു കൂട്ടർ എന്താക്കി? അന്ന് അതിര് വിട്ട് കിടന്നു. എന്നിട്ടോ സൈദ് കൊണ്ട് ശൂലായി, പള്ളിക്ക് പകരം. وأخذنا منهم ميثاقا غليظا على الامتثال بما كلفوه, അവർക്ക് തക്ലീഫാക്കപ്പെട്ട കാര്യം അനുസരിക്കാമെന്ന് കരാർ വാങ്ങിയിട്ടുണ്ട്. മീസാഖൻ ഖലീദൻ എന്ന് പറഞ്ഞാൽ അഹദൻ മുഅക്കദൻ ഗായത തഅക്കീദ്, അങ്ങേയറ്റത്തെ തഅക്കീദായ കരാർ വാങ്ങി.
ഇതൊക്കെ അവരെ ഓരോ കാര്യം പറയുന്നത്. എന്നിട്ടോ ഇത് മുഴുവനും പൊളിച്ചു. അതാ فبما نقضهم ميثاقهم وكفرهم بآيات الله وقتلهم الأنبياء بغير حق وقولهم قلوبنا غلف بل طبع الله عليها بكفرهم فلا يؤمنون إلا قليلا. അപ്പോൾ എന്താക്കുക? അഭിമാനക്കല്ലിൻ്റെ ബാലിൻ്റെ താലിലേക്ക് ശേഷം പറഞ്ഞു ഇവർ ചെയ്ത ഇന്ന തെറ്റുകൾ കാരണത്താന്നുണ്ടെന്താക്കുക ആവർത്തിച്ചതിന് ശേഷം ഇപ്പുറം പറയും. അതാ ഫബിമാനക്കലിഹിം. അപ്പോൾ അടന്തേവരുണ്ടോ ഫബിനക്കലിഹിം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമില്ലേ? ഞാൻ ആലോചിക്കുന്നു. ഫബിനക്കലിഹിം അവർ മീസാക്ക് പൊളിച്ച കാരണത്തിന് വേണ്ടി എന്നുള്ള ഫബിനക്കലിഹിം പറഞ്ഞാൽ തന്നെ ഇല്ല. പിന്നെ അതിനെ അത് മസീദത്തുല്ലി തൗക്കീദിന് വേണ്ടി കൂട്ടിയതാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും ഐ ഫബിസബബി നഖ്ലിഹിം മീസാഖഹും. അവരുടെ മീസാക്കിനെ പൊളിച്ച കാരണത്തിന് വേണ്ടി എന്താ ശേഷം പറയുന്നുണ്ട്. വേണ്ടി ഇങ്ങനെ എണ്ണീറ്റ് അത് അതിനാ മുപ്പത് എന്തൊക്കെയാ ഫഅൽനാ ബിഹിം മാ ഫഅൽനാ. നാമൻ ചെയ്ത ശിക്ഷ ചെയ്തു. മിനൽ ലാനി വൽ മസ്ഖി. ലാനത്തും കിട്ടിയിട്ടുണ്ട്, കോലം മറിക്കലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെന്താക്കി മീസാക്ക് പൊളിച്ചു. 2 വകുഫ്രിഹിം ബിആയാത്തില്ലാഹി. അല്ലാഹുവിൻ്റെ ആയാത്ത് കൊണ്ട് കാഫിറായി. ഏതായാത്ത് ബിൽ ഖുർആനി. ഒന്നെങ്കിൽ ഖുർആൻ കൊണ്ട് ഖാസ് ഔ ബിമാ ഫീ കിതാബിഹിം ഇൻദഹും. അല്ലെങ്കിൽ അവരടുക്കലുള്ള കിതാബിലുള്ളത് കൊണ്ട് തൗറാത്ത്. അപ്പോൾ രണ്ടും ആകാം. ഇനി 3 വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖിൻ. യാതൊരു ഹക്കും കൂടാതെ അംബിയാക്കളെ കൊന്നിട്ടുണ്ട്. തെറ്റ് 3. അന്നേക്കും അമ്പിയാക്കളെ കൊല്ലാൻ ഹക്ക് ഉണ്ടാവില്ല. അത് സംഭവം. അപ്പം അമ്പിയാക്കളെ ഹക്ക് കൊണ്ട് കൊല്ലുക എന്നുണ്ടാവില്ല. അപ്പം ബിഗൈരി ഹക്കിൻ എന്ന കൈദിനെന്തില്ല മഫ്ഹൂമില്ല. അതാരാന്ന്? സക്കരിയ അലൈഹിസ്സലാം. കണ്ടോ? യഹ്യ അലൈഹിസ്സലാം. അവിടെ ഒരു യാ കൂടി പോയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. സക്കരിയ അലൈഹിസ്സലാമിനെ യഹ്യ അലൈഹിസ്സലാമിനെ കൊല്ലപ്പെടാനുള്ള ഒരു കാരണവുമില്ല. എന്നിട്ട് അവർ കൊന്ന്. അടുത്ത് വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫ്. നമ്മളെ കൽബല്ല ഗുൽഫായി പോയി. അതായത് അള്ളാഹ് അങ്ങനെ കൽബ് പടച്ചിട്ടില്ല. ഇവർ കുരുത്തക്കേട് കാട്ടിയപ്പം കൽബ് അങ്ങനെ ആകുമെന്ന് അള്ളാഹിൻ്റെ തീരുമാനത്തിലെത്തി. അങ്ങനെ ഉണ്ടല്ലോ. ശനിയാഴ്ച വല്ലാത്ത മറവിയ എന്ന് പറയുമ്പോഴത്തെ പറച്ചിലാണ്. അങ്ങനെ മറവിയുള്ള ദിവസമൊന്നുമില്ല. ശനിയാഴ്ച എന്നൊരു മറവിയ നിഷ്ഠാത അതൊരു മറവിൻ്റെ ദിവസമാണ്. അങ്ങനെ മറവിൻ്റെ ദിവസം അള്ളാഹ് പഠിച്ചിട്ടുണ്ടാകും. ഒരാൾ പറഞ്ഞെന്ന് നിങ്ങൾ മിറ്റത്തല്ലേ ഒരു കാലെടുത്ത് വെച്ചാൽ റോഡ് മുറിച്ചിടുന്ന ക്ലാസ്സിന് വരല്ല. ശനിയാഴ്ച എന്നൊരു മറവിൻ്റെ ദിവസമാണ്. അപ്പം ഇവരെന്താ പറയുന്നത്? നമ്മളെ കൽബിനൊന്നും പറ്റൂല. നമ്മളെ കൽബെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. അല്ല പൂട്ടിയിട്ടുണ്ടാ. അതാ പറയുന്നത്. അതിനിടക്ക് അപ്പം അതിനെ ശ്രദ്ധിക്കും. അപ്പം തെറ്റത്തിരിയായി എന്നെ ഫബിമാ നഖ്ലി. 1 ഫബിമാ നഖ്ലിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാത്തില്ലാഹി വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖിൻ. 3 കഴിഞ്ഞു. 4 വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫുൻ. അതാ ഗുൽഫ് എന്ന് പറഞ്ഞാൽ ജംഉ അഗ്ലഫ് വഹിയ മുഗശ്ശാത്തും ബിഅഗ്ശിയത്തിൻ. കൽബിൻ്റെ മുകളെന്തോ മൂടിക്കൊണ്ട് ഇങ്ങനെ കെട്ടി മുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാണുന്നതും കേൾക്കുന്ന ഒന്നും ഫലിക്കുന്നില്ല. എന്ന യഥാർത്ഥത്തിൽ ലാ യകാദു യസ്ലു ഇലൈഹാ മാ ജാഅ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നൊന്നും കൽബിലേക്ക് കയറൂല. വലാ തഫഖുഹ മാ യഖൂലുഹു. പറയുന്നത് എന്താക്കൂല. വലാ നഫ്ഖഹു എന്നല്ല വേണ്ടി. അത് താവണ്ട. തങ്ങൾ പറയുന്നത് നമുക്ക് തിരിയുന്നാണ്ടായിപ്പോയി. അപ്പം എന്താക്കിയോ ഖുലൂബുന ഗുൽഫ എന്ന് ഓറ് പറഞ്ഞ വാക്ക്. പക്ഷെ അതിനിടക്ക് മാറ്ററെന്ന് പറഞ്ഞ് കുഫറായത് കൊണ്ട് ഒരു കൽബിന് തബ കിട്ടിയതാണ്. അതേതാണ്? ഓറെ വാക്കല്ല അത്. അപ്പം കാഫിറായ കാരണത്താൽ ലാഹിക്കായ തബ കിട്ടിയതാണ്. ലാഹിക്കായ ശിക്ഷ. കലാമും മുഅ്തറളും. അവർ പറഞ്ഞ കലാമിൻ്റെ അടുക്കൽ മുഅ്തറളായ കലാമാണ്. ലൈസ കുഫറുഹും വഅദമു വസൂലുൽ ഹഖ് ഇലാ ഖുലൂബിഹിം ലികൗനിഹാ ഗുൽഫൻ. അവർ കാഫിറാവലും ഹക്ക് അതിലേക്ക് കയറാതിരിക്കലും കൽബ് ഗുൽഫായത് കൊണ്ടല്ല. ബലിൽ അംറു ബിൽ അക്സി. നേരെ മറിച്ചാണ്.
എന്താണത്? ഹൈസു ഖതമല്ലാഹു അലൈഹാ ബിസബബി കുഫ്രിഹിം. ഇത്രയും വ്യക്തമായത് കണ്ടപ്പോൾ കുഫറായ കാരണത്തിന് വേണ്ടി ഖതമ് കിട്ടിയതാണെന്ന് മടക്കുമ്പോൾ അന്ന് അങ്ങനെ പഠിച്ചിട്ടില്ല. അതിനല്ലേ പറഞ്ഞ ലായിക്ക്. വലൈസത്ത് ഖുലൂബുഹും കമാ സഅമു. അവരുടെ കൽബ് ഇപ്പം പറഞ്ഞ പോലെ ഒന്നും അല്ല ഉള്ളത്. ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീലാ. അവർ ഖലീലല്ലായ എല്ലാ ആളുകളല്ലാണ്ട് വിശ്വസിക്കൂല. ഖലീലാരാന്ന് മിൻഹു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു തുടങ്ങിയ കുറച്ചാൾ വിശ്വസിച്ചിട്ടുണ്ട്. അതെന്തിനാ? ഖലീലൻ എന്നുള്ള വ്യക്തികൾക്കായി ഉസ്ബ്. ലാ യുഅ്മിനൂനാന്റെ ഫാഇൽ നിന്ന് ഇസ്തിനായി. അല്ലെങ്കിലോ ഔ ഈമാനൻ ഖലീലൻ, അല്ലെങ്കിൽ ഖലീലായ ഈമാൻ. അപ്പം ലാ യുഅ്മിനൂനയിൽ നിന്നുള്ള ഈമാനിൽ നിന്ന് അതാ ഖലീൽ എന്താണ് ഇഷ്ടം ചെയ്യേണ്ടതില്ല. അപ്പം ലാ ആ ചെറിയൊരു ശതമാനം പരിഗണിക്കാനായിട്ടില്ല. വഹുവ ഈമാനും ബിബഅദിർ റുസുലി ദൂന ബഅദിൻ. മുർസലീങ്ങളെ കൊണ്ടും ചിലരെ കൊണ്ട് വിശ്വസിക്കുകയും ചിലരെ കൊണ്ട് വിശ്വസിക്കൂല. അപ്പോൾ കുറഞ്ഞ ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. വഅലം അന്ന നഖ്ലൽ മീസാഖി സാറ സബബൻ ലിഗളബിൽ ഖല്ലാഖ്. മീസാഖിനെ പൊളിക്കുക എന്നുള്ളത് ഖല്ലാഖായ അള്ളാഹിന്റെ കോപത്തിന് കാരണമായി എന്നാണ് പറഞ്ഞത്. ഫഅലൽ മുഅ്മിനി, അതുകൊണ്ട് മുഅ്മിനിന്റെ കടമ എന്താണ്? അൻയുറാഇയ അഹ്കാമ അഹദിഹി വ മീസാഖിഹി. ഇവന്റെ അഹദിന്റെയും മീസാഖിന്റെയും അഹ്കാം എന്താണ് എന്ന് പരിഗണിക്കണം. എന്തിനാ? ലിയസ്ലമ മിനൽ ബലാഇൽ രക്ഷപ്പെടണമെങ്കിൽ. وعن ابن عمر رضي الله عنهما قال أقبل علينا رسول الله صلى الله عليه وسلم മടക്കുള്ള മുന്നിട്ട് فقال يا معشر المهاجرين വിളിച്ച് ഖംസു ഖിസാലിൻ, 5 കാര്യമുണ്ട്. ഇദാ ബുതുലീതും ബിഹിന്ന, അതുകൊണ്ട് നിങ്ങൾ ബലാലാക്കപ്പെട്ടാൽ അഥവാ നിങ്ങളിൽ നിന്നുണ്ടായാൽ എന്നർത്ഥം. അതിനിടക്ക് തങ്ങളെന്താക്കി? വഅഊദു ബില്ലാഹി അൻ തുദ്രികുന, ആ കാലം നിങ്ങൾക്ക് എത്തിക്കാതിരിക്കട്ടെ, അതാണ് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞ മുഖദ്ദിമ. 5 കാര്യം. എൻ്റെ ജവാബ് പറയാ. ഒന്ന്, ലം തൽഹറുൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിം യുത്താഊനു വൽ ഔജാഉ അല്ലതി ലം തകുൻ മലത ഫീ അസ്ലാഫിഹിം. അതാണ് ഒന്ന്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ഫഹ്ശാഅ് മുൻകർ. അങ്ങനെ മുൻകർ എന്നുള്ളത് ചെറിയ ചെറിയ ആരും പെട്ടുപോകാവുന്ന മയക്കുമ്യങ്ങളല്ലാത്ത ആളെല്ലാം പെട്ടുപോകുന്നതാണ് എന്ത് പറയുന്നത്? മുൻകർ എന്ന് പറയും. അത് ചെറുതാണ്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ലോകവ്യാപകമായ എന്താ ഒരു വലിയ കുറ്റമായിട്ട് എണ്ണപ്പെടും. ആ ഫാഹിഷത്ത് എന്തായി? ഒരു കോമിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ ഹത്താ ജോലി, അതുകൊണ്ട് പരസ്യമായി ചെയ്യപ്പെടുന്ന ചുറ്റുപാട് വന്നു. എന്നാൽ ഇല്ലാ ഫശാ ഫീഹിം താഊനു വൽ ഔജാ, താഊനും അതുപോലെ രോഗങ്ങളും പരന്നിട്ടല്ലാതെ ഉണ്ടാവൂല. എങ്ങനത്തേതാണത്? ലം തകും മലതു ഫീ അസ്ലാഫിഹിം, ഇവരെ മുൻകഴിഞ്ഞ തലമുറയിൽ അങ്ങനത്തെ രോഗം ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പം തന്നെ നോക്കിക്കോ, ആരെ പരിശോധിക്കാൻ പോയാലും മിനിമം ക്യാൻസറാണ്. മരുന്ന് കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആസ്പത്രിക്കാർക്ക് ചാകര. ഇത് മാസങ്ങളോളം പൈസയും വാങ്ങിയിട്ട് നമുക്കൊന്നും തിരിയാണ്ടാ മരുന്ന്. നിങ്ങൾ നമ്മളെ ആസ്പത്രിയിൽ ഗസ്റ്റല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ? നമ്മൾ ഫാർമസിയിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല, വളമ്പുണ്ടെങ്കിൽ നമുക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് പറയും ഒരു പരിഹാസം. 50 ലക്ഷം വാങ്ങിയിട്ട് അവർ നിന്ന് നമുക്കൊന്നും തിരിഞ്ഞിട്ട് തന്നൊന്നുമല്ല. നിങ്ങൾ നമ്മളെ ആസ്പത്രിയിൽ നിന്ന് ഗസ്റ്റാണല്ലോ, ഗസ്റ്റിനെ സൽക്കരിക്കണ്ടേ? മരുന്നുകൊണ്ട് സൽക്കരിച്ചിട്ടതാ. അപ്പം മുൻകഴിഞ്ഞ തലമുറയിലില്ലാത്ത പല രോഗങ്ങളും പരന്നിട്ടല്ലാതെ ഉണ്ടാവില്ല. 5 കാര്യത്തിലൊന്നുണ്ണി. വലം യൻഖുസുൽ കൈല വൽ മീസാന, അളത്തത്തിലും തൂക്കത്തിലും കുറക്കുന്നു. ഇല്ലാ ഫിലോബിസ്സനീന, ക്ഷാമം കൊണ്ട് അവർ പിടികൂടപ്പെടാതിരിക്കൂല. വിലക്കയറ്റവും ക്ഷാമവും. വസിദ്ധത്തിൽ മുഹൂന, എല്ലാത്തിനും വിലക്കയറ്റം. ചിലവധികം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 200 റുപ്യ വലിയ ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പം 15,000, 70,000, 30,000, ലക്ഷമില്ലാന്ന് ഇപ്പം വലിയ ഹോജാക്കന്മാർക്കുള്ള ശമ്പളം. ചിലവിന് കഴിയുന്നില്ല എന്നാ പറയുന്നത്. ദിവസം നടത്തോളം ചെലവ് വർദ്ധന. അതാ ഷിദ്ദത്തുൽ മുഹൂന. ജൗറു സുൽത്താൻ, സുൽത്താനിന്റെ അനീതിയും നിങ്ങളെ പിടികൂടും. എന്തിലാന്ന്? നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിൽ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തി. രണ്ടായില്ലേ? വലം യംനഉ സകാത അംവാലിഹിം, അവരുടെ മുതലിന് കൊടുക്കാനുള്ള സകാത്ത് തടഞ്ഞിട്ടില്ല.
ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, വാനലോകത്തിൽ നിന്ന് അല്ലാഹു തആല വെള്ളത്തിന്റെ തുള്ളി മുടക്കിയിട്ടല്ലാതെ മഴ പെയ്യൂല. പിന്നെ പെയ്യുന്നായിരിക്കും വേണ്ടിച്ചാ നാൽക്കാലം മൃഗമുണ്ട്, ഓരോട് അല്ലാഹു തആല കാരുണ്യം തോന്നിയ വകയില കുടിക്കും. വലൗലൽ ബഹായിമു ലം യംതറൂ, ഇവിടെ നാൽക്കാലി മൃഗങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മഴ തീരെ കിട്ടുകയില്ലായിരുന്നു എന്നാ പറഞ്ഞു. മൂന്നായില്ലേ? വലം യൻഖുദൂ അഹദല്ലാഹി വഅഹദ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോട് ചെയ്ത കരാറ്, റസൂലിനോട് ചെയ്ത കരാറ്, ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, അവരെ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് എന്താക്കും, ഒരു അദുവിനെ അല്ലാഹു തആല അടിച്ചേൽപ്പിക്കും. എന്നിട്ടോ ഫഅഖദ ബഅദ മാ ഫീ ഐദിഹിം, ഇവരെ കയ്യിലുള്ള എല്ലാവരും കൊള്ളടിക്കും. ബാലൂന്നേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാം കൊള്ളടിച്ചുകൊണ്ട് പോകും. ഇനി 5, വമാ ലം യഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് അവരെ നേതാക്കന്മാർ വിധിക്കുന്നില്ല, ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, അവരുടെ ഇടയിൽ തമ്മിത്തല്ലുണ്ടാക്കിയിട്ടല്ലാതെ. യഥാർത്ഥത്തിലുള്ള മസാല പറയൂല. 14 നോക്കിയ പറഞ്ഞ അതിതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒപ്പിക്കാപ്പ, നമുക്ക് എന്താ കൗല കേലിയാട്ടം വരട്ടെ നോക്കട്ടെ, നന്ന് കരുതി നോക്കട്ടെ. അല്ലാഹുവിന്റെ കിതാബിൽ വ്യക്തമായ പറഞ്ഞ കാര്യമൊന്നും ഇരിക്കൂല. എന്താക്കുക, ഓരോടയിൽ തന്നെ തമ്മിത്തല്ല് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ ചർച്ചാ വിഷയം യൻഖുദു അഹദല്ലാഹിയാണ് മൂപ്പർ സൂചിപ്പിച്ചത്. ഈ തുടക്കത്തിൽ ഹംസും ബി ഹംസിൻ എന്നാണ് ഇർശാദുൽ ഇബാദിലുള്ളത്. നഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന എന്ന് പറഞ്ഞു. അപ്പൊ 5 കാര്യം നിങ്ങളിൽ നിന്നുണ്ടായാൽ 5 കാര്യം അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞത് ഇവിടെ പുലർന്നു കഴിഞ്ഞു. അറബിക്ക് സക്കാത്ത് കൊടുക്കലുണ്ട്. കച്ചവടത്തിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നീ സക്കാത്ത് കൊടുത്തില്ലപ്പ, അവിടെ കൊടുക്കണം 100%. അത് പോയി. അപ്പൊ പൈസ കുറച്ച് കുറയുമല്ല. വേറെ വിഷയത്ത് നിന്റെ കച്ചവടം എന്തെന്ന്, എനിക്ക് ചട്ടിയും കൊടുക്കുക അലൂമിനിയം പറഞ്ഞു ലക്കാത്ത ആര് പറഞ്ഞു ലക്കാത്ത, ചട്ടിക്കും കൊടുക്കൊക്കെ സ്റ്റീൽ പാത്രത്തിന് ലക്കാത്തുണ്ട്, ഏത് വിലാനോ പറഞ്ഞത് ഉണ്ടാ. സ്വർണം വെള്ളി നാണയങ്ങൾക്ക്, കൃഷിക്ക് അല്ലേ, ചട്ടിക്കും കൊടുക്കും, കസേലക്കും മറ്റേ ഹൗസ് കൊണ്ട് സാധനങ്ങളൊക്കെ ലക്കത്തുണ്ടാ. പക്ഷേ അങ്ങനെ പറ, കച്ചവടത്തിന് ലക്കാത്ത വേറെ ഉണ്ട്. നിങ്ങൾ എന്താ കച്ചവടം ചെയ്താൽ നിരക്കല്ല. മറ്റേത് അതിൻ്റെ നാട്ടിലുള്ള സക്കാത്താന്ന്, കച്ചവടത്തിന് വിലക്കുള്ള സക്കാത്താണ്. അതുകൊണ്ടാണ് വില കൊടുക്കാൻ പറ്റും സാധനം കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. സാധനം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു കണ്ടം സോപ്പ്, ഒരു കണ്ടം ടൂത്ത് പേസ്റ്റ്, ഇപ്പുറത്തുനിന്ന് ബോഡി ബ്രഷ്, ഇപ്പുറത്തുനിന്ന് ചട്ടി, ഇപ്പുറത്തുനിന്നൊരു കൊടുക്ക, ഇതെല്ലാം എടുത്ത് കൊടുക്കാൻ കഴിയുമോ? അപ്പം കച്ചവടത്തിന് മൊത്തത്തിൽ ഖീമത്തിനോടാണ് വധിക്കുന്നത്. ഖീമത്ത് മാറ്റി സാധനം കൊടുക്കാൻ കഴിഞ്ഞാൽ പരിഹാസമായതുകൊണ്ട് കുപ്പത് വരെ വരുമെന്നവർ. അപ്പം മറുപടി പറഞ്ഞ മുസ്ലിയാർക്ക് എന്താ, കച്ചവടത്തിന് സക്കാത്ത് പറയാൻ മറന്നു. ഇനി വീണ്ടും അടുത്തേക്ക് വന്നു, ഞാൻ നിന്റെ കച്ചവടത്തിന് സക്കാത്താണ്. സ്റ്റീൽ പാത്രം കച്ചവടം ചെയ്യുമ്പോൾ എന്താക്കണോ, അതിൻ്റെ ഖീമത്ത് നിസാബിനോടൊത്ത് വന്നാൽ 2.5% കൊടുക്കണം. അബാബൈന മുസ്ലിയാർ അബൈന മുഅബിൻ തർക്കോ ആയിക്കോട്ടെ. പിന്നെന്താക്കണ്ട് വേണമൊന്നും പണ്ടാണ് ലാശെന്താക്കും ബാബല്ലം അയിമത്തിന് ഖിലാഫുണ്ടല്ലോ. അപ്പൊ അവിടെ ലാഭം കിട്ടുമ്പോ അയിമത്തിനെ വേണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ കച്ചവടത്തിന് കാത്തിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. അമുദബീന പാവാൻ കഷ്ടത്തിലേ. അതായത് ഉത്സവത്തിന് പൈസ കൊടുക്കും. അപ്പൊ ഇവർ തെറ്റത്തിരണ്ടി 4. 1 ഫബിമാ നഖദിഹിം മീസാഖഹും, 2 വഖഫിഹിം ബിആയാത്തില്ലാഹി, 3 ഖത്ലിഹിമുൽ അംബിയാ, 4 ഖുലൂബുനാ ഗുൽഫ്, അതിൻ്റെ ഇടയ്ക്ക് മാത്രമേ പറഞ്ഞതേ ഉള്ളൂ. 5 വബികുഫ്രിഹിം വഖൗലിഹിം അലാ മർയമ ബുഹ്താനൻ അളീമാ, അത് തെറ്റുണ്ടെന്ന. വബികുഫ്രിഹിം ഐ ആഖബിനൽ യഹൂദ ബിസബബി കദാ വകദാ എണ്ണീറ്റ് എന്നോട് അത്തപ്പാണ് ഇത്. ബിസബബി കുഫ്രിഹിം ബിഈസാ, ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് കുഫറായിട്ടുണ്ട്. വഖൗലിഹിം അലാ മറിയമ, മറിയം ബീബിന്റെ മേൽ ഒരു പറഞ്ഞിട്ടുണ്ട്. ബുഹ്താനൻ അളീമ, ബമ്പിച്ച കച്ചുകെട്ടിയ കള്ളക്കഥകൾ പറഞ്ഞിട്ടുണ്ട് മറിയം ബീബിനെ ആക്ഷേപിച്ചുകൊണ്ട്. തെറ്റ് ഇത്രയും 5 6 ഇല്ലേ?
നീ ഉൾക്കൊള്ളുന്നില്ലപ്പോ. യാനി നസബത്ഹാ ഇല സിന, മറിയം ബീബിനെ എന്താക്കിയെന്നറിയോ? സിനയിലേക്ക് ചേർത്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ബുഹ്താനൻ അറിയുന്നത്. ഇനി തീർന്നിട്ടില്ല, മറിയം ബീബിനെ വിട്ടില്ല, അതുപോലെ ഈസാ അലൈഹി ഇസ്ലാമിനെയും വിടുന്നില്ല. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ, മസീഹിനെ കൊന്നിട്ടുണ്ട്. ആരാണ്? ഈസ ബിന മറിയമിനെ കൊന്നു. അതന്നെ റസൂലല്ലാഹി എന്ന്. ആ റസൂലല്ലാഹി എന്നുള്ള വാക്ക് ആരാ വാക്കാന്ന്? ഈ കൗലിഹിം എന്ന് പറഞ്ഞ ഓറ് പറഞ്ഞ കോല് തന്നെയാണോ? അല്ല അല്ല ഓർക്ക് പറഞ്ഞ വസ്ഫാണോ പറഞ്ഞ? അല്ല, മൂപ്പറ് പറയുന്നത് ഓറ് പറഞ്ഞെന്നാണ്. അതായത് കളിയാക്കി പറഞ്ഞാണ്. അതാടാ ഔലിയ വരുന്നതെന്ന് പറയൂ. അത് കളിയാക്കി പറച്ചിലുണ്ട്. ഔലിയ ആയോണ്ട് ഓർ അംഗീകരിച്ചിട്ടില്ല. ചിലതിൻ്റെ പരിഹാസിക്കലേ. മൂപ്പറ് പറയുന്നത് ആ കോലിപ്പെട്ട തന്നെയാണ്. അതാ വസഫഹും ലഹു അലൈഹിസ്സലാം ബി റസൂലില്ലാഹി. നമുക്ക് വസ്ഫുഹും, അവർ വസ്ഫ് പറഞ്ഞു. ലഹു ആല ഈസാ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി വസ്ഫ് പറഞ്ഞത് ഇന്നമാ ബിതരീഖിൽ ഇസ്തിഹ്സാഇ ബിഹി, ഈസാ അലൈഹിസ്സലാമിനെ പരിഹസിച്ച് പറഞ്ഞ വാക്കാണ് എന്നാണ്. നമ്മെല്ലാം പറയുന്ന വാക്കെടുത്തിട്ട് എന്താക്കാല്ലേ? പരിഹാസാക്കിയിട്ട് പറയും ആ റസൂല് വന്നോ അതാ അവർ. അപ്പം കൗലിൽ പെട്ടത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ പരിഹാസം ഉണ്ടെങ്കിൽ ഗൗരവം കൂടി. കമാഫി ഖൗലിഹി തആല യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റൂന്ന്. അതിവിടെ അല്ല. അള്ളാഹുവിന്റെ പക്കന്ന് വഹി വന്ന ആളേന്ന് വിളിച്ച് കളിയാക്കും. ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അവർക്ക് വഹി അംഗീകരിച്ചത് കൊണ്ടല്ല. ഇന്നക ലമജ്നൂൻ, നിങ്ങൾ ഭ്രാന്തനാന്നേന്ന് അപ്പുറം പറഞ്ഞു. അതിവിടെ അല്ല. അത് മിസാല് കാണിച്ചത്. അപ്പൊ ഫഇന്നഹും മുത്തഫിഖൂന അലാ അദാവതിഹി വഖത്ലിഹി, അവര് എന്താണ് ഈസാ അലൈഹിസ്സലാമിന്റെ ശത്രുത വെക്കണമെന്നും ഓറെ കൊല്ലണമെന്നും ഇത്തിഫാക്കുന്നവർക്ക്. ഫകൈഫ യഖൂലൂന ഫീ ഹഖ്ഖിഹി ഇന്നഹു റസൂൽ. അപ്പൊ അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹി എന്ന് ഉറപ്പിച്ച് പറയുമെന്നാണ് പരിഹാസിച്ചു ഇതിനാണ്. അപ്പൊ വനദമു ഖൗലിഹിം ഹാദാ ഫീ സിൽകി സായിരി ജിനായാതിഹിം. അപ്പൊ ഈ പറഞ്ഞ കൗലും അവരെ അക്രമ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. അക്രമത്തിലുണ്ട് ഈ 5 ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ കൗലും. ഇത് ഒന്ന് മസീഹിനെ കൊന്നു എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. അതാണ് അപ്പൊ റസൂലുള്ളാഹി പരിഹാസമായിട്ട് പറഞ്ഞതും കൂടി അതൊക്കെ പറഞ്ഞിരുന്നത്. അതെ അതെ. ലൈസ ലിമുജറദി കൗനിഹി കദിബൻ, അത് കദിബായത് കൊണ്ടും അല്ല. ബൽ ലിതളമ്മുലിഹി ലിബിത്തിഹാദിഹിം വഫറഹിഹിം ബിഖത്ലിൻ നബി വലിസ്തിഹ്സാഇ ബി. ഒരു നബിനെ കൊല്ലല് എന്നുള്ളതും അവർ പരിഹസിച്ചു എന്നുള്ളതും എന്തായി അവിടെ വ്യക്തമായതാണ്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നതാ വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. എത്തരത്തിൽ ഹാലെന്താണ്? വമാ ഖതലൂഹു എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാമിനെ കൊന്നിട്ടേയില്ല. വമാ സലബൂഹു തൂക്കിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും അവർക്ക് തിരിയാണ്ട് വന്നതാണ് എന്നാണ്. എന്താ ശിക്ഷ പറയും? ഐ ബഖാ ലഹുമു തസ്ബീഹു ബൈന ഈസാ വൽ മഖ്തൂൽ. കൊല്ലപ്പെട്ട ആളുടെയും ഈസാ അലൈഹിസ്സലാമിൻ്റെ ഇടയിൽ ഇവർക്ക് എന്താക്കി? ഒരു തസ്ബീഹ് വന്നു. കൊന്നത് വേറെ ആളെ, ഈസാ അലൈഹിസ്സലാം രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. റവിയ അന്ന റഹ്തം മിനൽ യഹൂദി സബ്ബൂഹു. യഹൂദികളിൽപ്പെട്ട ഒരു കൂട്ടർ എന്താക്കി? ഈസാ അലൈഹിസ്സലാമിനെ പറ്റിയിട്ട് ചീത്ത പറഞ്ഞു. ബിയൻകാലുഹു വസ്സാഹിറു ഇബ്നു സാഹിറ, സാഹിറത്തായ പെണ്ണിന്റെ മോൻ സാഹിറാണ് എന്ന് പറഞ്ഞു. മറിയം ബീവിനെയും പറഞ്ഞു. വൽ ഫായിലു ഇബ്നുൽ ഫായിലാണ്. ഇന്ന തെറ്റ് ചെയ്താക്കണ്ട അമ്മാക്കിയിട്ട് പറഞ്ഞ വൽ ഫായിലു ഇബ്നുൽ ഫായില എന്ന് പറഞ്ഞു. ഫഖദഫൂഹു വഉമ്മഹു. അതെന്നാ ഉമ്മാനെയും കദഫ് പറഞ്ഞിട്ടുണ്ട്, ഓരെയും കദഫ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത് ഫായില ഇബ്നുൽ ഫായില. ഫായിലക്ക് അർത്ഥം വെക്കണ്ടില്ല. ഫലമ്മാ സമിഅ അലൈഹിസ്സലാത്തു വസ്സലാം ദാലിക, ഈസാ അലൈഹിസ്സലാം ഇത് കേട്ടപ്പോൾ ദഅ അലൈഹിം അവർക്കെതിരെ പ്രാർത്ഥിച്ചു. ഫഖാല അല്ലാഹുമ്മ അൻത റബ്ബി വഅന മിൻ റൂഹിക ഖറജ്തു വബികലിമതിക ഖലഖതനി വലം ആതിഹിം മിൻ തിൽഖാഇ നഫ്സി അല്ലാഹുമ്മ ഫൽ അൻ മൻ സബ്ബനി വസബ്ബ ഉമ്മി എന്ന് പറഞ്ഞു. ഈസാ നബിയുടെ വാക്കാണ്. ഞാൻ നിന്റെ റൂഹിനാൽ എന്ന് പറഞ്ഞാൽ
നിന്നെക്കൊണ്ട് ചേർക്കപ്പെട്ട റൂഹിനാൽ ഞാൻ ഈ ലോകത്തേക്ക് വന്നതാണ്, നിന്റെ കലിമത്ത് കൊണ്ടാണ് എന്നെ പഠിച്ചത്, എൻ്റെ വകയിൽ എൻ്റെ ഇവിടെ ഒന്നും ഒരു പിഴവുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയും എൻ്റെ ഉമ്മാനെയും ചീത്ത പറഞ്ഞാളെന്താക്കണം, നീ ലഅനത്ത് ചെയ്യണമേ. ഫസ്തജാബല്ലാഹു ദുആഅഹു, ആ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തു. വമസഖല്ലദീന സബ്ബൂഹു വസബ്ബൂ ഉമ്മഹു, ഈസാ അലൈഹിസ്സലാമിനെയും ഉമ്മാനെയും ചീത്ത പറഞ്ഞവർക്ക് അല്ലാഹു തആല കോലം മറിച്ചെന്താ, ഖിറദത്തം വഖനാസീർ, കുരങ്ങന്മാരും പന്നികളുമായിട്ട് കോലം മറിച്ചു. ഫലമ്മാ റഅ ദാലിക അമീറുഹും, അമീർ ഇത് കണ്ടപ്പോൾ ഫസിഅ ലിദാലിക, പേടിച്ചുപോയി. വഖാഫ ദഅവതഹു അലൈഹി അയ്ളൻ, അയാക്കും ഈ ദുആ ഫലിക്കുമെന്ന് പേടിച്ച്. ഫജ്തമഅത് കലിമത്തുൽ യഹൂദി, അങ്ങനെ യഹൂദികളെ കലിമത്ത് ഒരുമിച്ച് കൂടി അലാ ഖത്ലി ഈസാ അലൈഹിസ്സലാമിനെ കൊന്നേ പറ്റൂ. കുറെ ബാക്കി വെച്ചാൽ എന്താവും, ഇനിയും ദ്വാരങ്ങളിൽ എല്ലാം കാണണ്ടേ. فبعث الله تعالى جبريل عليه السلام فأخبره بأنه يرفع إلى السماء, ആകാശത്തിലേക്ക് ഉയർത്തുമെന്ന് മൂപ്പർക്ക് വിവരം കൊടുത്തു. فقال لأصحابه, അപ്പോൾ അസ്ഹാബമാർ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യുക്കും യർളാ ബിഅൻ യുൽഖാ അലൈഹി ശബഹി ഫയഖ്തുൽ, എൻ്റെ ശബഹ് ആരെങ്കിലും അല്ലാഹു തആല ഇട്ടുകൊടുക്കും, അങ്ങനെ എന്താക്കും, അവർ കൊല്ലപ്പെടും, അവൻ ഷഹീദാകും. അതുകൊണ്ട് ആരെങ്കിലും പൊരുത്തപ്പെടുന്നവരുണ്ടോ എന്നാ ചോദ്യം. വൈസ്ലബോ ഒന്നെങ്കിൽ സർവത്തിക്കേറ്റും ചെയ്യും. ഫഖാല റജുലുൻ മിൻഹും, ഒരാൾ പറഞ്ഞു, ഞാനായിക്കോട്ടെ. ഫഅൽഖല്ലാഹു അലൈഹി ശബഹഹു, ഈസാ അലൈഹിസ്സലാമിന്റെ ശബഹ് എന്താക്കി, അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തിട്ട് ഫഖുതില വസുലിബ, കൊല്ലപ്പെട്ട് തൂക്കിലേറ്റി. ഇതാ സംഭവം. വഖീലക, അത് സംഭവം പറഞ്ഞു. ഇതിനൊരു കീലുണ്ട്, കാന റജുലുൻ യുനാഫിഖു, ഈസാ അലൈഹിസ്സലാമിനോട് മുനാഫിക്കായി പെരുമാറുന്ന റജുലുണ്ടായിരുന്നു. ഫലമ്മ അറാദു ഖത്ലഹു, അവനെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഖാല അന അദുല്ലുക്കും അലൈഹി, ഈസാ അലൈഹിസ്സലാം എവിടെ ഉണ്ടെന്ന് ഞാൻ അറിയിച്ചു തരാം, ജനങ്ങൾക്ക് ഒറ്റിക്കൊടുക്കുക. അപ്പൊ ഫദഖല ബൈത, ഈസാ അലൈഹിസ്സലാമിന്റെ വീട്ടിൽ കയറി. ഫറുഫി അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വഉൽഖിയ അലൈഹി ശബഹഹു അലൽ മുനാഫിഖിന്റെ മേൽ ശബഹിട്ട്, ആ മുനാഫിഖിനെയാണ് ഇവർ കൊന്നെന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടാമത്തെ കീല. അപ്പൊ ഒന്നാമത്തേൽ എന്താ, ഈസാ അലൈഹിസ്സലാമിനോട് നല്ല കൂറ് പ്രഖ്യാപിച്ച് ഓരോ ശബഹ് ഏറ്റെടുത്തിട്ട് സ്വർഗ്ഗത്തിൽ ഷഹീദാകുന്ന രൂപം. രണ്ടാമത്തേലും മുനാഫിഖിന് കിട്ടിയ ശിക്ഷയാണ്, ഒറ്റിക്കൊടുത്ത ആൾ തന്നെ ഈസാ അലൈഹിസ്സലാമിന്റെ ശബഹ് ഇട്ട് കൊടുത്തു. ശരിയില്ലേ? ഫദഖലു അലൈഹി ഫഖതലുഹു വഹും യദുല്ലുന അന്നഹു ഈസാ, ഈസാ അലൈഹിസ്സലാം ആണ് ഇവർ കൊന്നത് എന്നവർ വിചാരിച്ചു. ഇതുപോലെ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊന്നിട്ട് നബിനെ കൊന്നതെന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെയാണ് ഇവിടെ. ഹാദൽ ഖൗലു ഹുവൽ അൽഹറു വൽ അഷ്ഹർ, ഈ രണ്ടാമത്തെ കൗലാണ് പ്രസിദ്ധമായ കൗല്. എന്തുകൊണ്ട്, ഫഇന്നല്ലദീ ഉൽഖിയ അലൈഹി ശബഹു ഈസാ ഇന്നമാ ഹുവ റജുലുൻ മിനൽ മുനാഫിഖീൻ, ഈസാ അലൈഹിസ്സലാമിന്റെ ശബഹ് ഇട്ടുകൊടുക്കപ്പെട്ടത് മുനാഫിക്കായ വ്യക്തിയായിരുന്നു. വഹുവല്ലദീ ദല്ലൽ യഹൂദ അലാ മക്കാനി ഈസാ അലൈഹിസ്സലാം എവിടെ ഉള്ളത് എന്ന് ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്ത ആളായിരുന്നു. ഫഅൽഖല്ലാഹു ശബഹഹു അലൈഹി വഖുതില ഉഖബത്തല്ലഹു, അദ്ദേഹത്തിന് തക്കതായ ശിക്ഷ കിട്ടിയതാണ്. ഈ രണ്ടാമത്തെ കോലാണ് അഷ്ഹർ നാം അടി ഷാരിഹ വരേണ്ടത്. ഇനി പറയട്ടെ, വഅംസാലു ഹാദിഹിൽ ഖവാരിഖി, അതെന്തിനാ, വേഗം ചോദ്യോത്തരം വരുന്നുണ്ട്, ഒരു ചോദ്യോത്തരം വരുന്നുണ്ട്. അതാ തഅലീലുൻ ലിൽ മൻഫിയ്യി ഫീ ലാ യുഖാലു എന്ന് മൂപ്പർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ലാ യുഖാലു എന്ന് പറയുന്നുണ്ട, ശേഷം ഒരു വരി തലയെക്കൊണ്ട് വായിക്ക്. അത് ബൈലാമിന്നൊക്കെ പറയാം, ലാ യുഖാലു, ഇതിനെതിരെ മൊണ്ടിപ്പോകരുത് ഞാൻ അർത്ഥം വെക്കില്ല. അപ്പൊ ലാ യുഖാലു എന്നുള്ള നബിക്ക് എന്താകണം, ഇല്ലത്ത് പറയണം. അങ്ങനെ ബൈലാവിന്റെ പോക്കുണ്ടാവില്ല. ലാ യുഖാലു, മണ്ടരുത് എന്നത്, എന്തുകൊണ്ട് കൊണ്ടാൻ പാടില്ല. അപ്പൊ നബിക്ക് കാര്യം ഇപ്പുറം പറയും. അപ്പൊ ലാ യുഖാലു എന്ന് പറയും, ഇന്നൻ നസാറ യൻഖുലൂന അൻ അസ്ലാഫിഹിം ബിത്തവാതുരി അന്നഹും ഷാഹദൂഹു മഖ്തൂലൻ. എന്താ പറയുന്നത്, നസാറാക്കള് അവർ അസ്ലാഫിനെ തൊട്ട് നക്കല് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഈസാ അലൈഹിസ്സലാമിനെ മഖ്തൂലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെന്താകും, തവാതുറായി പറയുന്നുണ്ടല്ലോ. അത് ഇവിടെ ഉദ്ധരിക്കാൻ പാടില്ല, അങ്ങനെ പറയണ്ട. എന്തുകൊണ്ട്, ലി അന്നാനക്കൂലു, ആ ലി അന്നാനക്കൂലു എന്താ സാധനം, ലായുക്കാലുണ്ട് തഹലീല,
ലാ യുക്കാലു എന്ന് പറഞ്ഞാൽ ലാ ഉണ്ടല്ലോ നഫി, ആ നഫിന്റെ താലീലാണ് ലി അന്നാ നഖൂലു. ആ ശൈലി മനസ്സിലാക്കാൻ ബൈലാബി വേഗം അല്ല ബൈലാബി ഓതുണ്ടാക്കുവാണെങ്കിൽ എല്ലാം മുഴുവൻ നോക്കിത്തരാം. ബൈലാബി കിട്ടുമെന്നൊന്നും ചോദിക്കണ്ട. അതുകൊണ്ട് ലി അന്നാ നഖൂലു മനസ്സിലായില്ലേ? അത് ഇന്ന തവാത്തുറ നസാറ, നസാറാക്കളുടെ തവാത്തുറുണ്ടല്ലോ, ചെറുത്തൊത്തിട്ടില്ല എന്നാണ്. തവാത്തുർ എന്ന് പറഞ്ഞാൽ ആരെ വക്കന്ന് നെക്കത് ചെയ്തു അതിൻ്റെ എണ്ണം കുറയാതെ പടിപടിയായിട്ട് ഇങ്ങോട്ട് വരണം. അത് എത്തുന്ന അവസാനം ഒറ്റ പോയിന്റിലേക്കാണ്. അപ്പം തവാത്തുറിൻ്റെ ചെറുത്തൊക്കിലാണ്. ഒരു മൂലാർക്ക് സ്റ്റേജിൽ നിന്ന് മെയ്ക്കും വെച്ച് വേണമെന്ന് പറഞ്ഞിട്ട് 10 കാലത്തിലേക്ക് കൂടി കേട്ടാൽ മുതവാത്തിറാകും. ഈ സ്പീക്കറില്ലേ ഉണ്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്, ഇവിടെ സ്പീക്കറുണ്ട്, സലാത്ത് സ്പീക്കർ അല്ലേ? അവിടെ ക്ലാസ് എടുക്കുന്ന ആൾ 3 ഉണ്ടാകും. അപ്പൊ ഓരോ തബക്കയിൽ എന്താകണം, എണ്ണം കുറയാതെ ഉണ്ടാകണം, എന്നാലേ തവാത്തുറാവുള്ളൂ. അതിനാ കാരണം പറയുന്നത് മുത്തവാത്തിറായി എന്ന് പറയാൻ പറ്റൂല. ഇന്ന തബാത്തുറൻ നസാറ യന്തഹി അക്വാമിൻ ഖലീലീൻ. നസാറാക്കൾ പറയുന്ന ആ തബാത്തുണ്ടല്ലോ, ആളെണ്ണം പറയില്ലേ, അത് ഖലീലീങ്ങൾക്ക് എത്തുന്നു. ലാ യുബാദു ഇത്തിഫാഖുൽ കദിബി, കദിബിന്റെ മേലിൽ ഒത്തുകൂടല് വിദൂരമല്ല. അതും ചത്തുപോയി. 2 or 3 ആള് കൂടി ഒരു കള പറയാനൊഴിഞ്ഞു, അതിനെ 10 ആളെ ഏറ്റുപിടിച്ച്, ആ 10 ആള് പറഞ്ഞ 100 ആളെ ഏറ്റുപിടിച്ച് നദാവത്തിലാവുക. അതൊന്ന് ഇനി ഈസാ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ എന്തായി ഇഖ്തിലാഫായ കൂട്ടർ എന്താ? ഒരു കൂട്ടർ പറഞ്ഞ് ഈസാ നബിനെ കാണുന്നില്ല, ഒരു കൂട്ടർ പറയുന്നത് കൊന്നിട്ടുണ്ട്. ഇഖ്തിലാഫായി. فقال بعضهم إن كان هذا المقتول ഈസാ, ഈ കൊല്ലപ്പെട്ട ആൾ ഈസാ അലൈഹിസ്സലാം ആണെങ്കിൽ ഫൈന സാഹിബ്, നമ്മളെ സാഹിബ് അവിടെ പോയി. സാഹിബാണെങ്കിൽ ഈസ അവിടെ പോയി എന്നാ ചോദ്യം. വലിയ ആശാനോട് ചോദിച്ച മാതിരി 1 ഏക്കർ ഭൂമിയിൽ വാസ്തു പുരുഷനുണ്ടാകുമോ എന്ന് ചോദിച്ചു. ഉണ്ട്. അത് 10 മക്കൾക്ക് 10 സെന്റായിട്ട് ഓഹരി വെച്ചാൽ ഈ ഒറ്റ വാസ്തു പുരുഷൻ എല്ലാവർക്കും കൂടിയാണോ, എല്ലാ 1/10 വാസ്തു ഓരോ 10 സെന്റിലും ഉണ്ടോ? ചോദ്യം മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യത്തെ വാസ്തു പുരുഷനെ അറുത്തിട്ട് ഓരോ ഓഹരിയാക്കിയിട്ട് ഓരോ 10 സെന്റിലും വെച്ചതാണോ? അല്ല വേറെ ഓരോന്നിലും 10 ഉണ്ടാകുമ്പോൾ 11 വാസ്തു വേണോ? ആദ്യത്തെ ഓനോട് പോയി. അതെല്ലാം ഇനി അംഗീകരിക്കുന്ന ആളുകളെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പലമ്മ ബുഹിത്ത അതുകൊണ്ട് സംസാരം മാറ്റിക്കളഞ്ഞു. ഈ അതേ തന്നെ കൊല്ലപ്പെട്ടത് ഈസയാണെങ്കിൽ സാഹിബ് എവിടെ പോയി, കൊല്ലപ്പെട്ടത് സാഹിബാണെങ്കിൽ ഈസ എവിടെ പോയി? ഫൈൻകാന സാഹിബന ഫൈന ഈസ വക്കാല ബാദുഹും അൽ വജ്ഹു വജ്ഹു ഈസ വൽ ബദനു ബദനു സാഹിബിന എന്നാണ് മറുപടി പറഞ്ഞത്. മുഖം ഈസ അലൈഹി ഇസ്ലാമിൻ്റെത്, ബദനോ സാഹിബിൻ്റെത്, രണ്ടും കൂടി മിക്സാണ്. فإن الله تعالى لما ألقى شبه عيسى عليه السلام على المقتول ألقاه على وجهه دون جسده എന്നാണ് ഓരോ മറുപടി. അള്ളാഹു താല ശബഹിട്ടപ്പോൾ വജഹിൽ മാത്രമേ ശബഹുള്ളൂ, ജസദിൽ ഇട്ടിട്ടില്ല. വഖീല ഇന്നല്ലദീ ഇഖ്തലഫൂ ഫീഹി ഹുമുൻ നസാറ. ഇത് ഇന്നല്ലദീന ഇഖ്തലഫൂന അവർ അല്ലദീനക്ക് ഒരു കൂട്ടം ജനങ്ങൾ വേണ്ടേ, അതാരാണ്? നസാറാക്കളാണെന്നോ തീല. فقال قوم منهم إنه ما قتل وما صلب بل رفعه الله إلى السماء. അതുപോലെ പറഞ്ഞു. وقال قوم منهم إن اليهود قتلوه لفي شك منه. അപ്പൊ ഇഖ്തിലാഫായ കൂട്ടർക്ക് ഓരോരുത്തർക്കും തെളിവില്ല. ലഫി തറദ്ദുദ് മിനൽ അംരി, എന്താണ് പറയേണ്ടത് എന്ന് തിരിയുന്നില്ല. ആരാണ് കൊല്ലപ്പെട്ടതൊന്നും. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് ഒരു തരത്തിലുള്ള ഇൽമുമില്ല. ഇല്ല തിബാഅൻ ലന്നി, വെറും ദന്നിനെ പിൻപറ്റാന്നല്ലാതെ കണ്ട് തോന്നിയത് പറയില്ലേ. ഇസ്തിസ്ന മുങ്കത്തിയാണ്. പണ്ട് വസീൽ ഉസ്താദും പറഞ്ഞില്ലേ മുങ്കത്തി എന്ന് പറഞ്ഞാലോ
ഈ ഇത്തിബാഉൽ ദന്നും ഇൽമും ഒന്നല്ലല്ലോ. ഇൽമാകുമ്പോ യഖീനല്ലേ, അതിൽപ്പെട്ടതല്ലല്ലോ ഏത് ഇത്തിബാഉൽ ദന്ന്. അപ്പം ദന്ന് മാത്രമല്ലാതെ വേറെ ഇൽമേ ഇല്ല. കാരണം ലഅന്ന ഇത്തിബാഉൽ ദന്ന് ലൈസ മിൻ ജിൻസിൽ ഇൽമി, അതുകൊണ്ട് മുങ്കത്തിയായി. വൽ മഅനാ ലാകിന്നഹും യത്തബിഊന ദന്നാണ്, ഇൽമ് തീരെ ഇല്ലാതെ കണ്ട് വെറും ദന്ന് പിൻപറ്റൽ മാത്രമേ ഉള്ളൂ. വമാ ഖതലൂഹു യഖീനാ, വമാ ഖതലൂഹു ഈസാ അലൈഹിസ്സലാമിനെ കൊന്നിട്ടേ ഇല്ല. ഖത്ലൻ യഖീനൻ, ആ യഖീനൻ എന്നുള്ള ഖൈദ് എന്തിനാണ്? ഖത്ലൻ. അതെ, വലാന്നുള്ള സാധനം ഉണ്ടായിട്ടില്ല. കമാ സഅമൂ ബിഖൗലി ഇന്നാ ഖതൽനൽ മസീഹയുടെ റദ്ദാണ്. ഓറ് പറഞ്ഞില്ലേ ബഖൗലി ഇന്നാ ഖതൽനൽ മസീഹ. അപ്പൊ അതിന് റദ്ദാണെങ്കിൽ ഖത്ലേ ഉണ്ടായിട്ടില്ല. പിന്നെന്ത് ചെയ്ത്? ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി റദ്ദുൻ വ ഇൻകാറുൻ ലിഖത്ലിഹി, ഖത്ൽ ചെയ്തു എന്ന് പറഞ്ഞതിന് റദ്ദും ഇൻകാറും പറഞ്ഞതാണ്. വ ഇസ്ബാത്തുൻ ലിറഫ്ഇന, സുബൂത്താക്കുകയും ചെയ്തു. കാരണം മറ്റേത് റദ്ദ് ചെയ്തിട്ട് ബൽ ഇട്ടിട്ടാ പറയുന്നത്. പിന്നെന്താ ചെയ്തത്? റഫഅഹു അല്ലാഹു. ഖാലൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏഴത്തേക്ക് ഉയർത്തി എന്നുണ്ടല്ലോ, റഫഅഹു അല്ലാഹു ഇലൈഹി അല്ലേ, അത് ഇനസ്സമാ, സമായിലേക്ക് ഉയർത്തി എന്ന് ഹസനുൽ ബസരി പറഞ്ഞു. അതിന് മുത്തല്ലക്ക് വരണ്ടേന്ന്. അല്ലത്തി ഹിയ മഹല്ലു കറാമത്തില്ലാഹി, അല്ലാഹുവിന്റെ ആദരവിന്റെ മഹല്ലാണ് സമാ. വ മഖറു മലായികതിഹി, മലായികത്തിന്റെ കേന്ദ്രവുമാണല്ലോ എന്നാണ് ഹസനുൽ ബസരി അതിനെന്താക്കി ഇല്ലത്ത് പറഞ്ഞു. വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു തആല അസീസ് എന്ന് പറഞ്ഞാൽ ലാ യുഗാലബു ഫീമാ യുരീദുഹു, അല്ലാഹു ഉദ്ദേശിച്ചതിനെ മറികടക്കാൻ സാധ്യമല്ല. അതാണ് അസീസിന്റെ മഅന. അതുകൊണ്ട് ഫഇന്ന റഫഅ ഈസാ ഇലസ്സമാവാതി, ഈസാ അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് വഇൻ കാന മുതഅദ്ദിറൻ ബിനിസ്ബതി ഇലാ ഖുദ്റത്തിൽ ബശർ, മനുഷ്യന്റെ കഴിവിലേക്ക് ചേർത്താൽ അത് അസാധ്യമാണെങ്കിലും ലാകിന്നഹു സഹ്ലുൻ ബിനിസ്ബതി ഇലാ ഖുദ്റത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുദ്റത്തിലേക്ക് ചേർത്താൽ അത് വെറും നിസ്സാരമാണ്. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് കാണുന്നല്ല അല്ലാഹുവിനെ വലുതാക്കാൻ പാടില്ല, അന്നേരം അത് കയ്യൊന്നുമില്ല. ഹകീമൻ ഫീ ജമീഇ അഫ്ആലിഹി, അപ്പോൾ അവന്റെ മുഴുവൻ പ്രവർത്തനത്തിലും ഹക്കീമാണ്. ഫയദ്ഖുലു ഫീഹാ തദ്ബീറു അംറി ഈസാ, ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യം അത് ദുഖൂലുൻ അവ്വലിൻ, ഒന്നാം നമ്പറായി കിടന്നില്ല. അത് ലോകത്തെ പല കാര്യങ്ങൾ അല്ലാഹു തആലയുടെ ഖുദ്റത്തിൽപ്പെട്ടല്ലോ. അതിൽപ്പെട്ട അള്ളാഹിന്റെ ഒരു പടപ്പ് ഒരു ഹൽക്കിനെ പിടിച്ചങ്ങോട്ട് മേലോട്ട് വലിയ പ്രയാസമുള്ള കാര്യമല്ലല്ലോ. ഒമ്പത് പേജാണ് ഇനി ബാക്കിയുള്ളത്.